ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു ലിറ്റ് ലാബ് ലേണിംഗ്. നമ്മൾ അടുത്ത ഒരു ചാപ്റ്ററിലേക്ക് പോകുന്നത് കുറച്ച് വ്യത്യാസമായിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും ചാപ്റ്ററിന്റെ പേര് 38 സ്മാർട്ട് ക്വസ്റ്റ്യൻസ് ടു ആസ്ക് ഇൻ എ ജോബ് ഇന്റർവ്യൂ. നിങ്ങൾ എന്തായാലും ഒരു ജോലിക്ക് പോകുന്നുണ്ടായിരിക്കും. ജോലിക്ക് അങ്ങോട്ട് പോകുമ്പോൾ ഇന്റർവ്യൂവർ നിങ്ങളോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു സ്പേസ് കിട്ടും അങ്ങോട്ട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാൻ. ആ ചോദ്യങ്ങൾ എങ്ങനെ ഫ്രെയിം ചെയ്യണം, ആ ചോദ്യങ്ങളുടെ ഇമ്പോർട്ടൻസ് എന്താണ്, അങ്ങനത്തെ ചോദ്യങ്ങൾ എന്തിനാണ് ചോദിക്കുന്നത് എന്നുള്ളതെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് ഈ ഒരു ചാപ്റ്റർ. ഇത് എഴുതിയിരിക്കുന്നത് അല്ലെങ്കിൽ ഇത് പബ്ലിഷ് ചെയ്തിട്ടുള്ളത് ദ ഹാർവാർഡ് ബിസിനസ് ഗൈഡ് എന്ന് പറയുന്നതാണ്. ഇത് ആക്ച്വലി യൂട്യൂബിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പൊ നിങ്ങൾക്ക് എടുത്ത് നോക്കാം അവരെങ്ങനെയാണ് പ്രസന്റ് ചെയ്യുന്നത് എന്നുള്ളത്. ഇതിലും ചാപ്റ്ററിലേക്ക് പോവാം. ഓക്കെ, ഹാർവാർഡ് ബിസിനസ് റിവ്യൂ ഇസ് എ ഫേമസ് leading business management publication that provides in-depth analysis, research and insights on a wide range of business topics. ബിസിനസ് ടോപ്പിക്സിൽ പ്രധാനപ്പെട്ട ട്രെൻഡുകൾ, മാറ്റങ്ങൾ, അതുപോലെ റിസർച്ചുകളെല്ലാം നടത്തുന്ന ഒരു ഗ്രൂപ്പാണ് ഇത് ഹാർവാർഡ് ബിസിനസ് റിവ്യൂ എന്ന് പറയുന്നത്. സോ ഈ പബ്ലിക്കേഷൻ ആണ് നമുക്ക് വേണ്ടിയിട്ട് ഈ ഒരു ജേർണൽ പുറത്തിറക്കിയിരുന്നത് അല്ലെങ്കിൽ ന്യൂസ് പുറത്തിറക്കിയിരിക്കുന്നത് ഇവരാണ്. എന്തിനു വേണ്ടിയിട്ടാണ് ഈ ചാപ്റ്റർ? ദിസ് ചാപ്റ്റർ ഈസ് എ ഗൈഡ് ഫോർ ജോബ് സീക്കേഴ്സ്. നമ്മളെല്ലാം ജോലി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. സോ അങ്ങനത്തെയുള്ള കുറച്ച് പേർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ചാപ്റ്റർ അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ ഒരു പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. നൗ വാട്ട് ഡു ദേ ഓഫർ? വാട്ട് ഈസ് ദി ഇമ്പോർട്ടൻസ്? ഓഫറിംഗ് ഓൺ ഹൗ ടു ഹാൻഡിൽ ഇന്റർവ്യൂസ് എഫക്റ്റീവ്ലി. ഇന്റർവ്യൂസ് നല്ലോണം ക്ലിയർ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ജോലി കിട്ടുകയുള്ളൂ. അപ്പൊ എങ്ങനെയാണ് ഒരു നല്ല ഇന്റർവ്യൂവിൽ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാൻ നിങ്ങളെ പ്രാപ്തരാക്കുക, എങ്ങനെയാണ് അത് പഠിക്കേണ്ടത് എന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ എങ്ങനെയാണ് ഈ ഒരു 38 ചോദ്യങ്ങളുടെ ഒരു സ്ട്രക്ചർ നിങ്ങളൊക്കെ പഠിക്കേണ്ടത്? നൗ ഇറ്റ് ഹൈലൈറ്റ്സ് ദ വാല്യൂ ഓഫ് ആസ്കിംഗ് വെൽ കൺസിഡേർഡ് ക്വസ്റ്റ്യൻസ് ടു ഷോ ജെന്യൂൻ ഇൻട്രസ്റ്റ് ഇൻ ദ ജോബ് ആൻഡ് കമ്പനി. എന്തായാലും നിങ്ങളൊരു ജോലിക്ക് പോകുമ്പോൾ നിങ്ങളോട് കുറെ ചോദ്യങ്ങൾ ചോദിക്കും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവസരം ഉണ്ടായിരിക്കും. സോ വാട്ട് ആർ യു സപ്പോസ് ടു ഡു അറ്റ് ദാറ്റ് ടൈം? നിങ്ങൾ എന്തിനു വേണ്ടിയിട്ട് അങ്ങോട്ട് ചോദ്യം ചോദിക്കുന്നത്? ടു ഷോ ജെന്യൂൻ ഇൻട്രസ്റ്റ്, ആ കമ്പനിയെ കുറിച്ച് മനസ്സിലാക്കാനും അവിടുത്തെ ജോലികളെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ടും അതുപോലെ ആ കമ്പനിയിൽ എത്രത്തോളം എൻ്റെ റോൾ എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലാക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു പാറ്റേൺ ഫോളോ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അങ്ങോട്ട് ചോദ്യം ചോദിക്കേണ്ടതിന്റെ ആവശ്യകത എന്ന് പറയുന്നത്. നൗ ഇന്റർവ്യൂവർ വിൽ ഗീവ് യു എ ചാൻസ് ടു ആസ്ക് ക്വസ്റ്റ്യൻസ് ഓർ ക്ലാരിഫൈ യുവർ ഡൗട്ട്സ്. അപ്പോൾ ഒരു ഇന്റർവ്യൂ കഴിയുമ്പോൾ അവസാനത്തെ ഒരു 2-3 മിനിറ്റിൽ അവരോട് എന്തെങ്കിലും ചോദ്യം ചോദിക്കാനുണ്ടോ എന്ന് നിങ്ങളോട് ചോദിക്കും. അതായത് നിങ്ങൾക്കൊരു ഓപ്പർച്യൂണിറ്റി തരും, കമ്പനിയോടും അവിടെ ഇരിക്കുന്ന ആൾക്കാരോടും എന്തെങ്കിലും ചോദ്യം ചോദിക്കണോ എന്നറിയാൻ വേണ്ടിയിട്ട്. നൗ അറ്റ് ദാറ്റ് ടൈം അത് ചിലപ്പോൾ ഡൗട്ട് ആയിരിക്കാം, ക്വറീസ് ആയിരിക്കാം, സംശയങ്ങളായിരിക്കാം, അത് അങ്ങനത്തെ കാര്യങ്ങളായിരിക്കും, ചിലപ്പോൾ കമ്പനിയെ പറ്റി അറിയാനുള്ളതായിരിക്കാം. നൗ ദാറ്റ് യു ഹാവ് അബൌട്ട് ദ ജോബ് റോൾ ആൻഡ് റെസ്പോൺസിബിലിറ്റി. എന്തൊക്കെ കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് അപ്പൊ ചോദിക്കാം, എന്ത് തരം ജോലിയാണ് നിങ്ങൾ അവിടെ ചെയ്യേണ്ടത് എന്ന് നിങ്ങൾക്ക് അപ്പൊ ചോദിക്കാം. അതുപോലെ ജോബ് റോൾ, നിങ്ങൾക്ക് ഏതൊക്കെ തരത്തിലുള്ള ആൾക്കാരുമായിട്ട് ബന്ധപ്പെടേണ്ടി വരും, ആരൊക്കെയായിട്ട് കണക്ട് ചെയ്യേണ്ടി വരും എന്ന് നിങ്ങൾക്ക് ചോദിക്കാം. അതുപോലെ എന്തൊക്കെ റെസ്പോൺസിബിലിറ്റീസ്, റോൾസ് നിങ്ങൾക്ക് അവിടെ ചെയ്യേണ്ടി വരുമെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള ഒരു അവസരമാണ് എന്ത്, ഈ ഒരു ഇന്റർവ്യൂവിൽ നിങ്ങൾക്ക് കമ്പനിയോട് ചോദ്യങ്ങൾ ചോദിക്കാൻ കിട്ടുന്ന സമയം എന്ന് പറയുന്നത്. അപ്പൊ അതിനുള്ള ഒരു 38 ചോദ്യങ്ങളാണ് നിങ്ങൾ ചാപ്റ്ററിൽ കണ്ടിട്ടുണ്ടായിരിക്കുക. ഓക്കെ, നൗ ഇറ്റ്സ് ആൻ ഓപ്പർച്യൂണിറ്റി ടു ഷോ ദാറ്റ് യു ഹാവ് an interest and you are right for the job. And now at that time when you get it opportunity, നിങ്ങൾക്ക് എന്ത് തെളിയിക്കാൻ പറ്റും? ഈ ചോദ്യങ്ങളിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റും യു ആർ ഇൻട്രസ്റ്റഡ് ഇൻ ദ ജോബ്. കാരണം ഒരു കാര്യത്തിനെ കുറിച്ച് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് വേണമെന്നാണല്ലോ അർത്ഥം. അതുപോലെ തന്നെ യു ആർ റൈറ്റ് ഫോർ ദ ജോബ്, നിങ്ങൾ ആ ജോബ് റോളിന് വേണ്ടി കൃത്യമായ റൈറ്റ് ആൻഡ് ആപ്റ്റ് ആയിട്ടുള്ള ഒരാളാണെന്നും കൂടെ തെളിയിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു സമയവും ഈ ഒരു ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ അതാണ് ആ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങൾ അങ്ങോട്ട് ചോദിക്കുക എന്നുള്ളതിലുപരി നിങ്ങളുടെ ജോബ്, റെസ്പോൺസിബിലിറ്റി, റോൾസ്, ഇതൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു ടൈം നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. നൗ പേ അറ്റൻഷൻ ഓൺ ഹൗ യു ഫ്രേസ് യുവർ ക്വസ്റ്റ്യൻസ്. തോന്നിയ പോലെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ കുറച്ച് ചോദ്യങ്ങൾ ഉണ്ടാക്കുകയല്ല വേണ്ടത്. കൃത്യമായി ഫ്രേസ് ചെയ്ത, കൃത്യമായ അർത്ഥമുള്ള, മീനിങ് ഉള്ള കാര്യങ്ങളാണ് നിങ്ങൾ ചോദിക്കേണ്ടത്. നൗ ടു ഡു ദിസ് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? മേക്ക് ക്വസ്റ്റ്യൻസ് പേഴ്സണൽ. ഈ ക്വസ്റ്റ്യങ്ങൾ നിങ്ങൾക്ക് ആവശ്യമുള്ളതാണ് എന്ന തരത്തിൽ ചോദിക്കണം. ഓക്കെ, നിങ്ങൾക്ക് വായി തോന്നിയതുപോലെ അവിടെ സംസാരിക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ നിങ്ങളുടേതായിട്ടുള്ള ഒരു ഫോർമാറ്റിൽ നിങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങളും കൂടെ ആ ഒരു തരത്തിൽ ചേർത്തിട്ട് വേണം നിങ്ങൾ അവിടെ ചോദ്യം ചോദിക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ എത്ര ലീവ് ഉണ്ട് എന്ന് ചോദിക്കുന്നതിന് പകരം അതൊരു ഇൻഫോർമൽ അല്ല, ഒരു പൊളൈറ്റ് ആയിട്ടുള്ള ചോദ്യമല്ല. എത്ര ലീവ് ഉണ്ട്? അതിന് പകരം
ഒരു മാസത്തിൽ എനിക്ക് എത്ര ലീവ് കിട്ടും എന്ന് ചോദിക്കുന്നതാണ് പൊളൈറ്റ് ആയിട്ടുള്ള റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു വേ ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് പറയുന്നത് ഫ്രേസ് യുവർ ക്വസ്റ്റ്യൻ. കറക്റ്റ് ആയിട്ട് ഫ്രേസ് ചെയ്തിട്ട് വേണം ഈ ഒരു ചോദ്യങ്ങൾ അവരോട് ചോദിക്കാൻ വേണ്ടിയിട്ട്. നൗ സ്റ്റോപ്പ് ആസ്കിങ് ജനറിക് ക്വസ്റ്റ്യൻസ്. വല്ലതിനെ കുറിച്ചും ആവശ്യമില്ലാത്തതിനെ കുറിച്ച് അല്ലെങ്കിൽ ജനറൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതിന് പകരം നിങ്ങളുടെ ജോലിയുമായിട്ടും നിങ്ങളുടെ റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി ആയിട്ടും ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നിങ്ങൾ ചോദിക്കാൻ ശ്രമിക്കണം. ഓക്കെ, നിങ്ങളോട് അമ്മ രാവിലെ എന്തെങ്കിലും ഒരു സഹായം ചെയ്താൽ നിങ്ങൾ ചോദിക്കില്ല എന്തൊക്കെ ഞാൻ ചെയ്യണം, എവിടെയൊക്കെ ഞാൻ ചെയ്യണം? നിങ്ങൾക്ക് കൃത്യമായ ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. ഇതേ കാര്യങ്ങൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു ജോബ് ഇന്റർവ്യൂവിൽ പോകുമ്പോൾ നിങ്ങൾ ചോദിക്കാൻ പഠിക്കണം. എന്നാൽ മാത്രമേ ആ ജോബ് ഇന്റർവ്യൂ ചെയ്യുന്ന ഒരാൾക്ക് നിങ്ങളുടെ ഒരു ഇംപ്രഷൻ വരുള്ളൂ. നിങ്ങളൊന്നും ചോദിക്കാതെ എല്ലാത്തിനും യെസ് പറഞ്ഞുകൊണ്ടിരുന്നാൽ ഒന്നും നടക്കില്ല. സോ യു ഹാവ് ടു ആസ്ക് ക്വസ്റ്റ്യൻസ്. മേക്ക് ക്വസ്റ്റ്യൻസ് സ്പെസിഫിക് ആൻഡ് ഹൗ തിങ്സ് ആർ കണക്റ്റഡ് ടു യു ഇഫ് യു ആർ ഹയേർഡ്. സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കുക. ഈ ഒരു സന്ദർഭത്തിൽ, ഈ ഒരു റോളിൽ, ഈ ഒരു റെസ്പോൺസിബിലിറ്റിയിൽ ഞാൻ എന്ത് ചെയ്യേണ്ടി വരും, ഈ ഒരു കാര്യം ഞാൻ എങ്ങനെ ചെയ്യേണ്ടി വരും, അതുപോലെ തന്നെ ഇങ്ങനെ എന്നെ എടുക്കുകയാണെങ്കിൽ എന്തൊക്കെ തരത്തിൽ ഞാൻ ഈ കമ്പനിയെ സഹായിക്കാൻ പറ്റും എന്നുള്ള തരത്തിൽ നല്ല ചോദ്യങ്ങൾ ഫ്രെയിം ചെയ്തിട്ട് വേണം നിങ്ങൾ അവിടെ ചോദിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, നൗ ഈ ഒരു 38 ക്വസ്റ്റ്യൻസിനെ അവർ കുറച്ച് ഡിവിഷൻ ആയിട്ട് മാറ്റിയിട്ടുണ്ട്. ഏതൊക്കെ തരത്തിലുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാം എന്നുള്ളതാണ് അവർ പറയുന്നത്. നിങ്ങൾ ആ വീഡിയോ കണ്ടാൽ അറിയാം, അവർ കൃത്യമായിട്ട് ഡിവൈഡ് ചെയ്ത് സെഗ്രിഗേറ്റ് ചെയ്ത് പറയുന്നുണ്ട്. റൈറ്റ്, ഇനി അതിൽ ഫസ്റ്റത്തെ ഒരു കാറ്റഗറി എടുത്ത് നോക്കുമ്പോൾ ഫസ്റ്റ് വൺ എന്ന് ഞാൻ പറയുന്നത് ക്വസ്റ്റ്യൻസ് അബൌട്ട് ദ സ്പെസിഫിക് ജോബ്. ആ ജോബിനെ കുറിച്ചിട്ടുള്ള കൃത്യമായ സ്പെസിഫിക് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ചോദിക്കുന്ന കുറച്ച് ചോദ്യങ്ങൾ നിങ്ങൾക്ക് അവരോട് ചോദിക്കാൻ പറ്റും. ഇതിനർത്ഥം എന്താണെന്ന് അറിയോ, 38 ചോദ്യങ്ങളും ആ ഒരു ഇന്റർവ്യൂവിൽ അങ്ങോട്ട് ചോദിക്കാൻ നിങ്ങൾക്ക് പറ്റില്ല. നിങ്ങൾക്ക് സമയം ഉണ്ടായിരിക്കില്ല. നിങ്ങൾക്ക് 1 or 2 മാക്സിമം 3 ക്വസ്റ്റ്യൻസേ ചോദിക്കാൻ അവർക്ക് അവസരം തരുള്ളൂ, അത്ര സമയം ഉണ്ടായിരിക്കുള്ളൂ. നൗ ഈ 2 or 3 ക്വസ്റ്റ്യൻസ് എടുക്കുന്നതിൽ വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. ഏത് കാര്യത്തിനെ പറ്റി നിങ്ങൾ ചോദിക്കണമെന്ന് നിങ്ങൾ തീരുമാനിക്കുക. അപ്പൊ ഒരു കാര്യം നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റും, സ്പെസിഫിക് ജോബുമായിട്ട് നിങ്ങളുടെ കൃത്യമായ ജോലിയെ കുറിച്ചിട്ടുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റും. എന്തൊക്കെ ചോദിക്കാം? ആസ്ക് അബൌട്ട് ദ റെസ്പോൺസിബിലിറ്റീസ്. നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി എന്തായിരിക്കും? projects you may work on how your performance may be assessed. നിങ്ങൾ ഏതൊക്കെ പ്രൊജക്റ്റിൽ വർക്ക് ചെയ്യേണ്ടി വരും, എൻ്റെ റാങ്കിങ് അല്ലെങ്കിൽ എനിക്ക് എങ്ങനെയൊക്കെയാണ് ഇവിടെ അസസ്മെന്റ് ഉണ്ടായിരിക്കുക, എൻ്റെ പെർഫോമൻസ് നിങ്ങൾ എങ്ങനെയാണ് അനലൈസ് ചെയ്യുക എന്നുള്ളതൊക്കെ നമ്മൾ സാധാരണയായിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. ഇതൊക്കെ എന്തുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്? നിങ്ങളുടെ ജോബ് സ്പെസിഫിക് ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ ഒന്നാമത്തെ ടൈപ്പ് എങ്ങനെയാണുള്ളത്? ഈ 38 എണ്ണത്തിലെ കുറച്ച് ചോദ്യങ്ങൾ നിങ്ങൾക്ക് എങ്ങനെ ചോദിക്കാം? എന്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത് ചോദിക്കാം? നിങ്ങളുടെ സ്പെസിഫിക് ജോബുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത് ചോദിക്കാം. എന്തൊക്കെ ജോലികൾ ഞാൻ ഇവിടെ ചെയ്യണം? ഓക്കെ, നൗ what are your expectations for me in this role? What metrics or goals will my performance be evaluated against? ഇതൊക്കെ അതിൽ ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളാണ്. സെക്കൻഡ് കാറ്റഗറിയിലേക്ക് നമുക്ക് ചോദിക്കുമ്പോൾ എന്ത് ചോദിക്കാം? ക്വസ്റ്റ്യൻസ് അബൌട്ട് ദ ടീം. ഞാൻ വർക്ക് ചെയ്യുന്ന ടീമുമായിട്ട് എനിക്ക് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചോദിക്കാം. ഞാൻ ഒരിക്കലും ഒറ്റയ്ക്കായിരിക്കില്ല വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ടീമിൽ ആരായിരിക്കും, അവരുടെ ജോബ് എന്തായിരിക്കും, റോൾ എന്തായിരിക്കും എന്നുള്ളതൊക്കെ എനിക്ക് അറിഞ്ഞിരിക്കണം. നൗ അതിനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ ഏതൊക്കെയാ? വാട്ട് ആർ ദ ടീംസ് നീഡ്സ്? എൻ്റെ ടീമിൽ, ഞാൻ വർക്ക് ചെയ്യുന്ന ടീമിന്റെ നീഡ് എന്തായിരിക്കും? നൗ വാട്ട് ആർ ദ ബിഗ്ഗസ്റ്റ് ചാലഞ്ചസ് ഐ മൈറ്റ് ഫേസ് ഇൻ ദിസ് പൊസിഷൻ? ഞാൻ ഈ പൊസിഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിൽ പ്രധാനപ്പെട്ട പ്രോബ്ലംസ് അല്ലെങ്കിൽ എന്താ പറയുക, ചാലഞ്ചസ് എന്തായിരിക്കും? ഈ ടീമുമായിട്ട് വർക്ക് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് ഞാൻ ശ്രദ്ധിക്കേണ്ടത് എന്ന് നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റും. ഇനി മൂന്നാമത്തെ ഒരു സെഷനിലേക്ക് വരുമ്പോൾ ക്വസ്റ്റ്യൻസ് ഫോർ യുവർ പൊട്ടൻഷ്യൽ ബോസ്. നിങ്ങളെ ഇന്റർവ്യൂ ചെയ്യുന്നത് നിങ്ങളുടെ ഹെഡ് ആയിരിക്കാനാണ് ഏറ്റവും കൂടുതൽ സാധ്യത. നിങ്ങളുടെ ബോസ് ആയിരിക്കും. നൗ യു ഹാവ് ടു ആസ്ക് ക്വസ്റ്റ്യൻസ് ടു ഹിം. കാരണം എന്താ? നിങ്ങളുടെ ബോസാണ് നിങ്ങളുടെ മുമ്പിലിരിക്കുന്നത്. നിങ്ങൾ ഹയർ ചെയ്യാൻ പോകുന്ന ആളാണ് നിങ്ങളുടെ മുമ്പിലിരിക്കുന്നത്. നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റും. നൗ അതിൽ ചോദിക്കാൻ പറ്റിയ ചോദ്യം എന്താ? നിങ്ങളുടെ ബോസിനോട് ചോദിക്കാൻ പറ്റിയ ചോദ്യങ്ങൾ എന്താ? നിങ്ങളെ ഇന്റർവ്യൂ ചെയ്യുന്ന ആളോട് ചോദിക്കാൻ പറ്റുന്ന ചോദ്യങ്ങൾ എന്താ? ഹൗ ലോങ് ഹാവ് യു ബീൻ അറ്റ് ദ കമ്പനി? നിങ്ങൾ എത്ര കാലമായി ഇവിടെ? എന്നാലേ മനസ്സിലാവുള്ളൂ അദ്ദേഹം എത്രത്തോളം സീനിയർ ആണെന്നുള്ളത്. നിങ്ങൾ എന്തായാലും ന്യൂ അല്ലെങ്കിൽ ഫ്രഷർ ആയിരിക്കും, അറ്റ്ലീസ്റ്റ് ദ കമ്പനിയിലേക്ക് പുതിയതായിട്ട് വരുന്ന ആളാണല്ലോ. നൗ വാട്ട് ഈസ് യുവർ ഫേവറേറ്റ് പാർട്ട് ഓഫ് വർക്കിംഗ് ഹിയർ? അദ്ദേഹത്തിനോട് ചോദിക്കാം, നിങ്ങൾക്ക് ഈ കമ്പനിയിൽ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ എന്താണെന്ന് ചോദിക്കാം. അപ്പോഴും നമുക്ക് മനസ്സിലാവും എന്ത്, ഈ ഒരു കമ്പനിയുടെ ആറ്റിറ്റ്യൂഡ് എന്താണ് എന്നുള്ളത് മനസ്സിലാക്കാം. അടുത്തത് നാലാമത്തേത് ക്വസ്റ്റ്യൻസ് അബൌട്ട് ദ കമ്പനി ടു നോ ദ ഓർഗനൈസേഷൻസ് ഗോൾസ് ആൻഡ് വാല്യൂസ്. ഇങ്ങനെ കമ്പനിയെ പറ്റിയും ജോബിനെ കുറിച്ചും മാത്രം അറിഞ്ഞാൽ പോരാ. നോ അബൌട്ട് ഓർഗനൈസേഷൻസ് ഗോൾസ് ആൻഡ് വാല്യൂസ്. ഈ കമ്പനിക്ക് ഗോൾ ഉണ്ടോ? എന്താണ് അടുത്ത 5 വർഷത്തിൽ ചെയ്യാൻ പോകുന്നത്? എന്താണ് ഇവരുടെ വാല്യൂസ്? എന്താണ് അതിന്റെ മൂല്യങ്ങൾ? എന്തിലേക്കാണ് കെട്ടിപ്പടുത്തിരിക്കുന്നത് എന്നൊക്കെ നമുക്ക് ചോദിക്കാൻ പറ്റും.
അതിന് പറ്റിയ ചോദ്യങ്ങൾ എന്തൊക്കെയാ? വാട്ട് ആർ ദ കറന്റ് ഗോൾസ് ദാറ്റ് ദ കമ്പനി ഈസ് ഫോക്കസ്ഡ് ഓൺ? ഇപ്പൊ നമ്മുടെ കമ്പനിയുടെ ഫോക്കസ് അല്ലെങ്കിൽ ഗോൾ എന്താ? അടുത്ത 2 വർഷത്തിന് നമ്മൾ എന്ത് ചെയ്യണം? ഓക്കെ, അങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കാം. ഹൗ ഹാസ് ദ കമ്പനി ചേഞ്ച്ഡ് ഓവർ ദ ലാസ്റ്റ് ഫ്യൂ ഇയേഴ്സ്? കഴിഞ്ഞ ഒരു 2-3 വർഷമായിട്ട് കമ്പനിയിൽ എന്തൊക്കെ വ്യത്യാസങ്ങൾ വന്നു? അത് നല്ല വ്യത്യാസമാണോ മോശം വ്യത്യാസമാണോ? അതിൽ എന്തൊക്കെയാണ് നമുക്ക് മാറ്റാൻ പറ്റുക? ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ എന്താ ഗുണം എന്നറിയോ? നമ്മൾക്ക് കമ്പനിയെ പറ്റിയിട്ട് കൂടുതൽ അറിയാൻ താല്പര്യം ഉണ്ടെന്ന് മനസ്സിലാവും. കാരണം ആ കമ്പനിയിലേക്ക് നമ്മൾ വരികയാണെന്നുള്ള ഒരു ഇൻഫർമേഷൻ അവർക്ക് കിട്ടും. അപ്പൊ അവർ നന്നായിട്ട് ഉത്തരം പറയും. നമ്മളൊരു നല്ല ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യാനും ഇത് സഹായിക്കും. 5th one, questions about the culture of the company. എന്ത് ചോദിക്കാം? ഈ കമ്പനിയുടെ ഒരു കൾച്ചർ ഉണ്ട്, അവർക്ക് കുറച്ച് മൂല്യങ്ങൾ, തത്വങ്ങൾ, കൾച്ചർ, അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, എംപ്ലോയി ഫ്രണ്ട്ലി ആണോ, മാനേജർ ഫ്രണ്ട്ലി ആണോ, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു കമ്പനിയാണോ നിങ്ങളുള്ളത് എന്ന് ചോദിക്കാൻ പറ്റും. അതെങ്ങനെ ചോദിക്കാം? ഏതൊക്കെ ക്വസ്റ്റ്യൻസ് എടുക്കാം? ഹൗ ഡു യു ടിപ്പിക്കലി ഓൺബോർഡ് എംപ്ലോയീസ്? നിങ്ങൾ എന്നെ പോലെ ഒരാളെ ഓൺബോർഡ് ചെയ്യുമ്പോൾ, ജോലിക്ക് എടുക്കുകയാണെങ്കിൽ എന്തൊക്കെയായാലും വരുന്ന പ്രൊസീജിയറുകൾ എന്തൊക്കെയാണ്? വാട്ട് ഈസ് യുവർ ഫേവറേറ്റ് ഓഫീസ് ട്രഡീഷൻ? ഈ ഓഫീസിലുള്ള ട്രഡീഷൻസ് എന്താ? ഇവിടെ ഫെസ്റ്റിവൽസ് ഉണ്ടോ, ഇവിടെ കാര്യങ്ങളുണ്ടോ, ഇവിടെ ലീവുകൾ ഉണ്ടോ? ഇതൊക്കെ നമുക്ക് ചോദിക്കാൻ പറ്റിയ ഒരു ഏരിയയാണ് കൾച്ചർ ഓഫ് ദ കമ്പനി എന്ന് പറയുന്നത്. നൗ 6th one, അടുത്തൊരു സെറ്റ് ക്വസ്റ്റ്യൻസ് അബൌട്ട് പ്രൊഫഷണൽ ദി എംപ്ലോയ്മെന്റ് ആൻഡ് ഫ്യൂച്ചർ ഓപ്പർച്യൂണിറ്റീസ്. എംപ്ലോയ്മെന്റും അതുപോലെ ഫ്യൂച്ചർ ഓപ്പർച്യൂണിറ്റീസിനെ പറ്റിയിട്ട്, ഞാൻ ഇവിടെ നന്നായിട്ട് വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, എനിക്ക് എങ്ങനെയൊക്കെ എംപ്ലോയ്മെന്റിൽ മുകളിലേക്ക് എത്താം, എനിക്ക് നിങ്ങളുടെ ബോസ് ആവാൻ പറ്റുമോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ ചോദിക്കാം? വാട്ട് ലേണിംഗ് വിൽ ഐ ഹാവ് ഇൻ ദിസ് റോൾ? ഈ റോള് ഞാൻ പെർഫെക്റ്റ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അല്ലെങ്കിൽ എനിക്ക് അടുത്ത റോളിലേക്ക് പോകുമ്പോൾ എന്തൊക്കെയാണ് എൻ്റെ കൂടുതലുള്ള ഉത്തരവാദിത്തങ്ങൾ, എനിക്ക് എന്തൊക്കെ കിട്ടും? അടുത്തത്, ഹൗ പ്രൊമോഷൻസ് ആർ ടിപ്പിക്കലി ഹാൻഡിൽഡ്? ഇപ്പൊ ഞാൻ നന്നായിട്ട് പെർഫോം ചെയ്തു, എനിക്കൊരു പ്രൊമോഷൻ തരണം എന്നിരിക്കട്ടെ. എന്തൊക്കെയാണ് ഈ പ്രൊമോഷൻസ്, എങ്ങനെയാണ് ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്, എന്തൊക്കെയാണ് പ്രൊമോഷന്റെ സാധ്യതകൾ? ഒരേ ഒരു പൊസിഷനിൽ ഇരുന്നിട്ട് നമുക്ക് കുറെ കാലം താല്പര്യം ഉണ്ടായിരിക്കില്ല, നമ്മൾ മുന്നിലേക്ക് പോകണം എന്നാണല്ലോ ആഗ്രഹം. നൗ അതാണ് നമ്മളുടെ അടുത്തൊരു ചോദ്യം. നൗ 7ാമത്തേത്, ക്ലോസിംഗ് ക്വസ്റ്റ്യൻസ്. ഇത് അവസാനിപ്പിക്കാൻ വേണ്ടി എന്തൊക്കെ ചോദിക്കാം? കുറെ ചോദ്യങ്ങൾ 1-2 ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരിക്കുള്ളൂ. അപ്പൊ എങ്ങനെ ഒന്ന് വേണമെങ്കിൽ നിർത്താം. വാട്ട് ആം ഐ നോട്ട് ആസ്കിങ് യു ദാറ്റ് ഐ ഷുഡ്? നിങ്ങൾ വിചാരിക്കുന്നത് ഈ ചോദ്യങ്ങളുടെ ഇടയിൽ ഞാൻ വിട്ടുപോയ എന്തെങ്കിലും കാര്യം ഉണ്ടോ? അതായത് അദ്ദേഹത്തിനോട് ചോദിക്കുകയാണ്, ഓപ്പോസിറ്റ് ഇരിക്കുന്ന ഇന്റർവ്യൂവറോട് ചോദിക്കുകയാണ്, ഇതിൽ ഞാൻ ചോദിച്ചിട്ടില്ല, പക്ഷെ നിങ്ങൾക്ക് പറയാൻ താല്പര്യമുള്ള വേറെ എന്തെങ്കിലും കാര്യം ഉണ്ടോ എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. അപ്പൊ അവർ തുറന്നു പറയുന്നു വിചാരിക്കാം. നൗ ഇസ് ദർ എനിത്തിങ് എൽസ് ഐ ക്യാൻ പ്രൊവൈഡ് യു വിത്ത് ദാറ്റ് വുഡ് ബി ഹെൽപ്ഫുൾ? ഇതിൽ കൂടുതലായിട്ട് ഞാൻ എന്തെങ്കിലും നിങ്ങളോട് പറയാനുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ എന്നെ പറ്റി എന്ന് നമുക്ക് വേണമെങ്കിൽ ചോദിക്കാം. നൗ ഇതിൽ പ്രധാനപ്പെട്ട വേറൊരു പാർട്ട് ഉണ്ട്. നമ്മൾക്കെല്ലാം എന്തൊക്കെ ചോദിക്കാൻ പാടില്ല എന്നും കൂടെ അറിഞ്ഞിരിക്കണം. കുറെ ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കാമെന്ന് പറഞ്ഞു, പക്ഷേ ഈ ഒരു 38 എണ്ണം കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ നമ്മൾ ചോദിക്കാൻ പാടില്ല? ആദ്യം തന്നെ, അതായത് ഫസ്റ്റ് ഒരാളോട് നമ്മൾ കാണുകയാണെന്നിരിക്കട്ടെ, അയാളോട് ചോദിക്കാൻ പാടില്ലാത്ത, അതൊരു ഇന്റർവ്യൂ ആണല്ലോ, അപ്പൊ അത് എന്തൊക്കെ ചോദിക്കാൻ പാടില്ല? ഡോണ്ട് ആസ്ക് അബൌട്ട് സാലറി. സാലറിയെ പറ്റിയിട്ട് എടുത്ത് തന്നെ ചോദിക്കരുത്. കാരണം നിങ്ങൾ ഇന്ന ആയോ എന്ന് പോലും അറിയില്ല, ഇന്റർവ്യൂവിൽ നിങ്ങളെ എടുത്തോ എന്ന് പോലും അറിയില്ല. നിങ്ങൾ അപ്പം തന്നെ സാലറി ചോദിച്ചാൽ അവരെ ബുദ്ധിമുട്ടിക്കരുത്. ചിലപ്പോൾ അവർക്ക് ഇഷ്ടമായിട്ടേ ഉണ്ടായിരിക്കില്ല. അതിനു മുമ്പ് സാലറി ചോദിച്ചാൽ അവരുടെ ഇംപ്രഷൻ മുഴുവൻ പോവും. നൗ ഓർ ഇൻഷുറൻസ് ഉണ്ടോ, എനിക്ക് ഇൻഷുറൻസ് തരുമോ? അതൊക്കെ സാധാരണയായിട്ടുള്ള കാര്യങ്ങളാണ്. ഓർ സ്റ്റാർട്ട് ഡേറ്റ്, ബിക്കോസ് യു ആർ നോട്ട് ഇൻ എ പൊസിഷൻ ടു നെഗോഷിയേറ്റ്. ഞാൻ എന്നാണ് കമ്പനിയിലേക്ക് വരേണ്ടത്? അത് ഈ ഇന്റർവ്യൂ കഴിഞ്ഞാലല്ലേ നിങ്ങളെ കമ്പനിയിലേക്ക് എടുത്തോ ഇല്ലയോ എന്ന് അറിയാൻ പറ്റുള്ളൂ. സോ ഇങ്ങനത്തെ അനാവശ്യമായിട്ടുള്ള ചോദ്യങ്ങളൊക്കെ ഒഴിവാക്കുക. സാലറി, ഇൻഷുറൻസ് ഉണ്ടോ, എന്നാണ് ഞാൻ ജോയിൻ ചെയ്യേണ്ടത്, അങ്ങനെയൊക്കെ ഒഴിവാക്കി കഴിഞ്ഞാൽ അവർക്ക് ഇംപ്രഷൻ നന്നായിട്ട് വരുമെന്നാണ് പറയുന്നത്. നൗ ഡു യു ഹാവ് ടൈം ഓർ നോട്ട്? നിങ്ങൾക്ക് ചിലപ്പോൾ സമയം ഉണ്ടായിരിക്കാം, നിങ്ങൾക്ക് ജോലി ഇല്ലല്ലോ, നിങ്ങൾ വെറുതെ ഇരിക്കുകയാണല്ലോ. ബട്ട് റെസ്പെക്ട് ദ ഇന്റർവ്യൂയേഴ്സ് ടൈം. 38 ചോദ്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. 38 ചോദ്യങ്ങളിൽ ഒരു 10 എണ്ണം അറിയാമെന്ന് വിചാരിച്ച് 10 എണ്ണവും ചോദിക്കാൻ നിൽക്കരുത്. വൈ? ദ ഇന്റർവ്യൂ ഹാസ് സം വർക്ക്. അദ്ദേഹത്തിന് എന്തെങ്കിലും വർക്ക് ഉണ്ടായിരിക്കും. അതിന്റെ ഇടയിൽ കയറിയിട്ട് 10 ചോദ്യം ചോദിക്കാൻ നിന്ന് അദ്ദേഹത്തിന്റെ സമയം കൂടെ ഇല്ലാതാക്കരുത്. അതും ഇംപ്രഷൻ കളയാൻ വേണ്ടിയിട്ട് സഹായിക്കും. സോ ജോലി കിട്ടണമെന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ ചോദ്യങ്ങളിലേക്ക് ചുരുക്കണം. ആസ്ക് 2 or 3 questions that are more important to you. നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നുന്ന, അവരുടെ ഒരു കൾച്ചറും കൂടെ മനസ്സിലാക്കി, എംപ്ലോയി ഫ്രണ്ട്ലി ആണോ എന്ന് മനസ്സിലാക്കാൻ തരത്തിലുള്ള ജോബ് റോൾ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു 2-3 ക്വസ്റ്റ്യൻസ് മാത്രമേ ചോദിക്കാൻ പാടുകയുള്ളൂ. ഈ ഇരിക്കുന്ന ഇന്റർവ്യൂവറെ വെറുതെ വെറുപ്പിച്ച് 10-15 ചോദ്യം ഒന്നും ചോദിക്കരുത്. അതും നിങ്ങൾക്കൊരു ഇംപ്രഷൻ
കിട്ടാനുള്ള സാധ്യതയാണ്. കാരണം 1-2 മിനിറ്റ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കും, അതിൽ 10 ചോദ്യം ചോദിക്കാമെന്നും വിചാരിക്കരുത്. കാരണം ഓരോ ചോദ്യത്തിനും മറുപടി അവർ തന്നിരിക്കണം. സോ അതും കൂടെ നിങ്ങളുടെ മനസ്സിൽ വെക്കുക. ഇതൊക്കെയാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഈ ഒരു ടോപ്പിക്കിൽ പഠിക്കാനുള്ളത്. നൗ മോഡൽ ക്വസ്റ്റ്യൻസിലേക്ക് പോയി നോക്കാം. എന്താണ് ഷോർട്ട് ആൻസർ നോക്കാം. വാട്ട് ഈസ് ദ പ്രൈമറി പർപ്പസ് ഓഫ് ആസ്കിംഗ് സ്മാർട്ട് ക്വസ്റ്റ്യൻസ് ഡ്യൂറിങ് എ ജോബ് ഇന്റർവ്യൂ അക്കോർഡിംഗ് ടു ദ വീഡിയോ? നിങ്ങൾ ഇങ്ങനത്തെ സ്മാർട്ട് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഇന്റർവ്യൂവറോട് 1-2 ക്വസ്റ്റ്യൻ ചോദിക്കുന്നതിനുള്ള കാരണം എന്തായിരിക്കാം? അത് നമ്മൾ പറഞ്ഞു. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ചോദിക്കുന്നത് എന്നുള്ള ഓൾറെഡി നമ്മൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പൊ അത് വൃത്തിയായിട്ട് എഴുതണം. എന്താണ് പ്രൈമറി പർപ്പസ്, എന്തിനാ ഇത് ചോദിക്കുന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നൗ സ്റ്റേറ്റ് എനി 2 type of questions that help assess the company culture. കമ്പനി കൾച്ചറിനെ പറ്റി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള 1-2 ക്വസ്റ്റ്യൻസ് ഏതാണെന്ന് എഴുതുക. ഓക്കെ, അപ്പൊ 1-2 ക്വസ്റ്റ്യൻസ് കമ്പനി കൾച്ചറുമായിട്ട് മനസ്സിലാക്കാൻ പറ്റിയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതും കൂടെ മനസ്സിലാക്കി വെക്കണം. കാണാതെ പഠിക്കണം എന്ന് ഞാൻ പറയില്ല, പക്ഷെ മനസ്സിലാക്കുക. ഒരു എസ്സേ നോക്കാം. എസ്സേ ഏത് വിധത്തിലാണ് വരുന്നത്? How does the video recommend you address questions related to career growth opportunities? പ്രധാനപ്പെട്ട കാര്യമാണ്. നിങ്ങൾ ഒരേ പൊസിഷനിൽ കുറെ കാലം ഇരിക്കാൻ തോന്നുന്നില്ല അല്ലെങ്കിൽ പാടില്ല. കാരണം ഇപ്പൊ നിങ്ങൾ ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുക, ഫസ്റ്റ് ഇയർ കഴിഞ്ഞാൽ സെക്കൻഡ് ഇയർ ആവും, സെക്കൻഡ് ഇയർ കഴിഞ്ഞാൽ തേർഡ് ഇയർ ആവും, തേർഡ് ഇയർ കഴിഞ്ഞാൽ ഫോർത്ത് ഇയർ ആവും. ഇതുപോലെ തന്നെയാണ് ഒരു കമ്പനിയിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ ഉള്ളത്. ഒരു പൊസിഷനിൽ നന്നായിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത പൊസിഷനിലേക്ക് നമ്മളുടെ കരിയർ ഓപ്പർച്യൂണിറ്റീസ് കൂടും. ഒന്നെങ്കിൽ ആ കമ്പനിയിൽ തന്നെ ആയിരിക്കും, അല്ല വേറെ കമ്പനിയിലായിരിക്കും. അപ്പോൾ നല്ലൊരു ഇന്റർവ്യൂ നടക്കുന്നതിന്റെ ഇടയിൽ കരിയർ ഗ്രോത്തിനെ കുറിച്ച്, ഞാൻ ആ കമ്പനിയിൽ നന്നായിട്ട് പെർഫോം ചെയ്താൽ എന്താണ് എൻ്റെ നല്ലൊരു ഭാവി ഉണ്ടായിരിക്കുക എന്നുള്ളത് ചോദിക്കാൻ പറ്റിയ ഒരു ഏരിയ ആണ് എന്ത്, ഈ കരിയർ ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റീസ് ചോദിക്കുന്നത്. അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് അതുമായി റിലേറ്റ് ചെയ്ത് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താവും, നല്ലൊരു ഇംപ്രഷൻ കിട്ടും. അപ്പൊ അതൊക്കെ ചേർത്തിട്ടാണ് ഈ വീഡിയോയിൽ പറയുന്നത്. എന്താണ് ഈ ക്വസ്റ്റ്യൻസ് റിലേറ്റഡ് ടു കരിയർ ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റീസ് എന്താണ് നിങ്ങൾ എയിം ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. എന്തിനു വേണ്ടി ചോദിക്കണം. ഓക്കെ, ഇത്രയാണ് ഇതിലെ ക്വസ്റ്റ്യൻസും സമ്മറി എന്നുള്ളത്. അപ്പോൾ അടുത്തൊരു ക്ലാസ്സിൽ കാണാം, അടുത്തൊരു ചാപ്റ്റർ അന്ന് ഡിസ്കസ് ചെയ്യാം. റൈറ്റ് നൗ ബൈ ബൈ ആൻഡ് സീ യു.